ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മയുടെ പിറന്നാൾ കേക്ക് മുറിച്ചും സദ്യ ഉണ്ടാക്കിയും ആഘോഷിക്കാനാണ് തൻ്റെയും കണ്ണേട്ടൻ്റെയും ആഗ്രഹമെന്നും തീരുമാനമെന്നും മഹി മോഹിനിയോട് പറയുന്നുണ്ട്. മാത്രമല്ല, കണ്ണേട്ടന് തോമസ് വൈദ്യരുടെ ചികിത്സ കൊണ്ട് നല്ല പുരോഗതി ഉണ്ടെന്നും കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് നടത്തും എന്ന വാശിയിലാണ് തോമസ് ഡോക്ടർ എന്ന് മഹി പറയുമ്പോൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞു പോവുകയാണ് മോഹിനിയുടെ. പിന്നീട് അമ്മയുടെ പിറന്നാൾ കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നറിയുന്ന കരുണ മുത്തശ്ശിയെ കൂട്ടുപിടിച്ച് അമ്മയുടെ പിറന്നാളിനെത്തുന്ന മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചിയോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കരുണേ. അന്ന് അവരുടെ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റിയ സമയത്ത് എന്താണ് ഉണ്ടായതെന്ന് നിനക്കും അറിയാലോ എന്ന് ഉണ്ണി പറയുമ്പോൾ അവളത് വേറെ ഏതെങ്കിലും അയ്യപ്പ വിഗ്രഹം വാങ്ങിക്കൊണ്ട് വന്നതായിരിക്കും. നിങ്ങളൊക്കെ അവളെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചാൽ മതി. എന്നെ അതിനൊന്നും കിട്ടില്ല. നിങ്ങൾ ആണുങ്ങൾ വിചാരിച്ചിട്ട് കഴിയാത്തത് ഞാനും മുത്തശ്ശിയും ചേർന്ന് നടത്തും. ഇനി ഓരോ ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ അവൾ ഉണ്ടാവില്ല എന്നും കരുണ പറയുന്നുണ്ട്. ഇതേ സമയം ദുർഗ വരുന്നു. അപ്പോൾ ദുർഗയോടായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, കരുണയുടെ അമ്മയുടെ പിറന്നാൾ അയാളും അവരും കൂടി കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവുകയാണെന്ന്. ഈ ആഘോഷത്തോടുകൂടി അവരെ ഇല്ലാതാകും എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കരുണ എന്ന് പറയുമ്പോൾ, എങ്കിലും മോളെ സൂക്ഷിച്ചു വേണം, മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇവരാണുങ്ങളെ വിചാരിച്ചിട്ട് ഒന്നും നടത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്മേ, അതുകൊണ്ട് ഞാനും മുത്തശ്ശിയും കൂടിയിട്ട് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കരുണ. പക്ഷേ തൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് കരുണ ഉണ്ണിയോടും അമ്മയോടും വിട്ട് പറയുന്നില്ല. തുടർന്ന് അയാളും അവരും ഇപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. ഇനി അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അമ്മേ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, അറിയില്ല മോനെ, അന്ന് ആ സ്വപ്നം കണ്ടതിന് ശേഷം ഞാനും വല്ലാത്ത പേടിയിലാണ്. അതെങ്ങാനും സത്യമായാൽ പിന്നെ ജീവിച്ചിരിക്കാതിരിക്കുന്നതാണ് ഭേദം എന്ന് ദുർഗ പറയുമ്പോൾ, അതിനു മുൻപ് ഞാൻ ലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിടും. പിന്നെ അയാൾക്ക് ചലനശേഷി കിട്ടിയിരിക്കുന്ന ഇടത് കാലുകൂടി പഴയ അവസ്ഥയിലാകും. അമ്മയും ഉണ്ണിയേട്ടനും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ സ്വന്തം വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന കരുണ മുത്തശ്ശിയോടും പ്രതാപനോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ ഇപ്പോൾ നിലത്തൊന്നും ആയിരിക്കില്ല അല്ലേ മുത്തശ്ശി? അവരുടെ മരുമകനും മൂത്ത മോളും കൂടി അവരുടെ പിറന്നാൾ കേക്ക് മുറിച്ചും സദ്യ ഉണ്ടാക്കിയൊക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ? ഇനി ഓരോ ആഘോഷത്തിലും അവൾക്ക് പങ്കെടുക്കാൻ കഴിയരുത്. ഞാൻ ഉണ്ണിയേട്ടനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നടത്തി കാണിക്കുമെന്നെല്ലാം കരുണ പറയുമ്പോൾ, മോള് വിഷമിക്കേണ്ട, ഇത്തവണ മഹാലക്ഷ്മി തീർന്നിരിക്കും. അതിന് പറ്റിയ ഒരാളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അതാരാ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ, അതൊക്കെ മോള് കണ്ടോ, ആൾ നിസ്സാരനല്ല എന്ന് മുത്തശ്ശി പറയുന്നു. ഇതേസമയം ഒരു ലാടവൈദ്യൻ അവരുടെ അവിടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, നമുക്ക് വേണ്ട സാധനം ഈ വൈദ്യൻ തയ്യാറാക്കി തരുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. തുടർന്ന് അയാൾ ഒരു വിഷക്കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് ഉള്ളിൽ ചെല്ലേണ്ട താമസം, ഇതിലെ വിഷം രക്തത്തിൽ മുഴുവൻ കലരും. ഒരു ഡോക്ടർക്കും ഉള്ളിൽ പോയ വിഷമരുന്ന് പുറത്ത് കളയാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് കടുത്ത വിഷക്കൂട്ടാണിത്. ഏറിയാൽ 1 മണിക്കൂർ, അതിനുള്ളിൽ ഇത് കഴിക്കുന്ന ആളുടെ മരണം സംഭവിക്കും എന്നെല്ലാം അലാട വൈദ്യൻ പറയുന്നത് കേട്ട് കരുണയും മുത്തശ്ശിയും ഒരുപാട് സന്തോഷിക്കുകയാണ്. തുടർന്ന് അയാൾ ആ മരുന്ന് അവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇത്തവണ മഹാലക്ഷ്മിയുടെ മരണം സംഭവിക്കും എന്ന് തന്നെ അവർ മനസ്സിൽ ഉറപ്പിച്ച് സന്തോഷിക്കുന്നു. പിന്നീട് മേഘൻ കണ്ണൻ അഗസ്ത്യകൂടത്തിൽ നിന്നും ഡിസ്ചാർജ് പോകുന്നതിന് മുൻപ് തന്നെ വാമൻ അഗസ്ത്യകൂടത്തിൽ ചെന്ന് അഡ്മിറ്റ് ആവാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 പ്രയോജനങ്ങളാണ് അച്ഛ നമുക്കുള്ളത്. ഒന്ന് അച്ഛൻ്റെ പുരോഗതി, മറ്റൊന്ന് കണ്ണന് ചികിത്സ കൊണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും നമുക്കത് തടയണം. കണ്ണനും മഹാലക്ഷ്മി ഇപ്പോൾ നമ്മളിൽ നിന്നെല്ലാം അവൻ്റെ ചികിത്സയെക്കുറിച്ചൊക്കെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഒന്നും അവനും അവളും നമ്മളോട് വിട്ടു പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് കണ്ണൻ അഗസ്ത്യകൂടത്തിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതിന് മുൻപ് തന്നെ അച്ഛൻ അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോയും അനന്തവും കൂടി അഗസ്ത്യകൂടത്തിൽ എത്തുന്നുണ്ട് കണ്ണനെ കാണാനായിട്ട്. അപ്പോൾ തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മിയും കണ്ണനും അവരോട് പറയുന്നു. തുടർന്ന് അവർ കണ്ണനെ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ കണ്ണേട്ടന് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മഹി കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന തോമസ് വൈദ്യനാണെങ്കിൽ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടുകൂടി വേഗം തന്നെ കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണ, താൻ ഇത്രയും വേഗം എഴുന്നേൽക്കാൻ തനിക്ക് കഴിയുമെന്ന്,
ഇനി തനിക്കും മഹാലക്ഷ്മിക്കും ഓണത്തിന് കിട്ടിയ ഊഞ്ഞാലിൽ ഒരുമിച്ചിരുന്ന് ആടാമെന്ന് വൈദ്യൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് സന്തോഷിക്കുന്ന മഹാലക്ഷ്മിയെയും മാർക്കോയും അനന്തുവിനെയും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്.